ജമ്മു കാശ്മീരിലെ സാംബ മേഖലയിൽ ഇപ്പോഴും ഡ്രോണുകൾ കണ്ടു എന്ന തരത്തിൽ വാർത്തകൾ. ആകാശത്ത് ചുവന്ന വരകൾ കണ്ടു എന്നാണ് റിപ്പോർട്ടുകൾ. വലിയ ശബ്ദങ്ങൾ കേട്ടതായും വാർത്തകളുണ്ട്. പാക് ഡ്രോണുകളെ ഇന്ത്യൻ സേന തകർക്കുന്നതായാണ് പ്രാഥമിക വിവരം. പഞ്ചാബിന്റെ അതിർത്തിയിലും മുൻകരുതൽ എന്ന നിലയ്ക്ക് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് അത്യന്തം ആശങ്കാജനകമാണ്. ഇന്ത്യ പാകിസ്ഥാൻ DGMOമാർ തമ്മിൽ നടത്തിയ ചർച്ചയിൽ വെടിനിർത്തൽ സമ്മതിച്ചിട്ടും പിന്നെയും ഡ്രോണുകൾ കണ്ടതാണ് ആശങ്കയ്ക്ക് ഇടയാക്കിയത്. ജമ്മു കാശ്മീർ അതീവ ജാഗ്രതയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇനിയും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പല സംശയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെയുള്ള വിഘടനങ്ങൾ കാരണം പാകിസ്ഥാനെ വിശ്വസിക്കാനാകില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ ഇനി ആക്രമിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അധിക നേരമായിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ. അതേസമയം പാകിസ്ഥാൻ ജയിച്ചു എന്ന രീതിയിലാണ് പാകിസ്ഥാനിലെ ആഘോഷങ്ങൾ നടക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പും താക്കീതും നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ട് അധിക നേരമായിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് മോദി പാകിസ്ഥാന് ശക്തവും വ്യക്തവുമായ മുന്നറിയിപ്പ് നൽകിയത്. ഒപ്പം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെട്ടെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന അമേരിക്കയ്ക്കും മോദി പരോക്ഷമായി മറുപടി നൽകിയിരുന്നു. പാകിസ്ഥാനുമായി ഇനി ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കാശ്മീരിനെ കുറിച്ചും മാത്രമായിരിക്കുമെന്നാണ് തിങ്കളാഴ്ച നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ല, ഭീകരവാദവും വ്യാപാരങ്ങളും ഒരുമിച്ച് നടക്കില്ല, വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ലെന്നും മോദി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിൽ 100-ലേറെ ഭീകരരെ വധിച്ചിരുന്നു. പാകിസ്ഥാൻ അതിന്റെ ഞെട്ടലിലാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു. നമ്മുടെ ഗുരുദ്വാരകളും സ്കൂളുകളും സാധാരണക്കാരുടെ വീടുകളും സൈനിക കേന്ദ്രങ്ങളും അവർ ലക്ഷ്യമിട്ടു. അതിർത്തിയിൽ ആക്രമണം നടത്താൻ അവർ പദ്ധതിയിട്ടു. പക്ഷേ പാകിസ്ഥാന്റെ നെഞ്ചിൽ തന്നെ ഇന്ത്യ ആക്രമിച്ചു. നമ്മുടെ സേനകൾ കൃത്യമായി അവരുടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇന്ത്യ അത്തരമൊരു നടപടി സ്വീകരിക്കുമെന്ന് ഭീകരർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രമല്ല അവരുടെ മനോവീര്യത്തെ കൂടിയാണ് തകർത്തത്. നമ്മുടെ സേനയെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ധീര സൈനികർ അവരുടെ വീര്യം പ്രകടിപ്പിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇന്ത്യ എല്ലായ്പ്പോഴും തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനും ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും തയ്യാറാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ളത് ന്യൂ നോർമലാണ്. ആണവ ഭീഷണി വിലപ്പോവില്ല. ഭീകരരും അവരെ പിന്തുണയ്ക്കുന്നവരും ആരായാലും എവിടെയായാലും വ്യത്യാസമില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ പാകിസ്ഥാൻ രക്ഷപ്പെടാനായി പരക്കം പായുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ ഇടപെട്ടത് അമേരിക്കയാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരോക്ഷമായി മറുപടി നൽകി. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ DGMOയെ ബന്ധപ്പെടുകയും കൂടുതൽ സൈനിക നടപടി ഉണ്ടാകില്ലെന്ന് പറയുകയും ചെയ്തതോടെയാണ് വെടിനിർത്തൽ പരിഗണിച്ചതെന്നായിരുന്നു മോദി വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ കടുത്ത നടപടിക്ക് പിന്നാലെ പാകിസ്ഥാൻ രക്ഷപ്പെടാനുള്ള വഴികൾ തേടാൻ തുടങ്ങി. കനത്ത പ്രഹരമേറ്റതോടെ സംഘർഷം കുറയ്ക്കണമെന്ന് പാകിസ്ഥാൻ ലോകത്തോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. കനത്ത പ്രഹരമേറ്റതോടെ പാകിസ്ഥാൻ സൈന്യം മെയ് 10-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ DGMOയെ ബന്ധപ്പെട്ടു. അപ്പോഴേക്കും ഭീകരരുടെ കേന്ദ്രങ്ങൾ വലിയ തോതിൽ തകർക്കുകയും ഒട്ടേറെ ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ കൂടുതൽ സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക നടപടികൾക്കും ധൈര്യം കാണിക്കില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ ഇന്ത്യയും അത് പരിഗണിച്ചു. മോദി വിശദീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം നേടിയ ഈ വിജയം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഭീകരരെ മണ്ണോട് ചേർക്കാൻ സർവ്വ സ്വാതന്ത്ര്യവും സൈന്യത്തിന് നൽകി. നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം അയച്ചതിനുള്ള പ്രത്യാഘാതം എന്താണെന്ന് ഓരോ ഭീകരരും ഭീകര സംഘടനകളും മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു പേരല്ല, ഇതിൽ രാജ്യത്തിന്റെ ജനങ്ങളുടെ വികാരമാണ് പ്രകടമാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ സായുധ സേനകൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇന്ത്യ ഇത്രയും വലിയ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭീകരർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകരരുടെ കെട്ടിടങ്ങൾ മാത്രമല്ല അവരുടെ ധൈര്യം കൂടിയാണ് തകർന്നത്. ബഹാവൽപൂർ, മുരിഡ്കെ പോലെയുള്ള ഭീകര കേന്ദ്രങ്ങൾ ആഗോള ഭീകരവാദത്തിന്റെ സർവകലാശാലകളാണ്. 9/11 പോലെയുള്ള ലോകത്തെ എല്ലാ വലിയ ഭീകരാക്രമണങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഭീകര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ 100-ലേറെ ഭീകരർ കൊല്ലപ്പെട്ടു. ഭീകരർ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു. അതിനാലാണ് ഇന്ത്യ ഭീകരരുടെ ആസ്ഥാനം തകർത്തത്. അതിർത്തിയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ നെഞ്ചിൽ തന്നെ ആക്രമിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു പേരല്ല, ഇത് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ നീതിയുടെ തകരാത്ത പ്രതിജ്ഞയാണ്. മെയ് 6-ാം തീയതി അർദ്ധരാത്രിയും മെയ് 7-ാം തീയതി രാവിലെയും ഈ പ്രതിജ്ഞ അതിന്റെ ഫലത്തിലെത്തുന്നത് ലോകം മുഴുവൻ കണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സർക്കാരും ഭീകരവാദത്തെ വളർത്താൻ സഹായിക്കുന്ന രീതി ഒരു ദിവസം പാകിസ്ഥാനെ തന്നെ അവസാനിപ്പിക്കും. പാകിസ്ഥാനെ രക്ഷപ്പെടണമെങ്കിൽ അവർ ഭീകരവാദത്തിന് നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കണം. കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തപ്പോൾ ആ വൃത്തികെട്ട സത്യം ലോകം കണ്ടു. ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിന് ഇതിലും വലിയ തെളിവില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
ആണവായുധങ്ങളുടെ പേരിലുള്ള ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അത് പറഞ്ഞുള്ള ബ്ലാക്ക് മെയിലിംഗ് വില പോവില്ലെന്നും അദ്ദേഹം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി. 22 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പാകിസ്ഥാനും ഭീകരതയ്ക്കുമെതിരെ ശക്തമായ താക്കീതാണ് പ്രധാനമന്ത്രി നൽകിയത്. ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ട, അത് വെച്ചു പൊറുപ്പിക്കില്ല. ഇന്ത്യക്കെതിരായ ഭീകരവാദ ആക്രമണത്തിൽ ഉചിതമായ തിരിച്ചടി നേരിടേണ്ടി വരും. പ്രതികരണം എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ചർച്ചയുണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കാശ്മീരിനെ കുറിച്ചും മാത്രമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ബുദ്ധപൂർണിമയാണെന്നും ബുദ്ധൻ സമാധാനത്തിന്റെ പാത കാണിച്ചു തന്നുവെന്നും മോദി പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. പഹൽഗാമിൽ അവധി ആഘോഷിക്കാനെത്തിയ സാധാരണക്കാരെയാണ് ഭീകരർ മതം ചോദിച്ച് കൊലപ്പെടുത്തിയതെന്ന് മോദി ചൂണ്ടിക്കാട്ടി. ഭീകരവാദികൾ കാണിച്ച ക്രൂരത ലോകത്തെ പിടിച്ചുകുലുക്കുന്നതായിരുന്നു. കുടുംബങ്ങളുടെ മുന്നിൽ വെച്ചാണ് സാധാരണക്കാരെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത്. ഭീകരരെ തുടച്ചു നീക്കാൻ സൈന്യത്തിന് പരിപൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നെന്നും മോദി പറഞ്ഞു. ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടി ഭീകരവാദികൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇന്ത്യൻ മിസൈലും ഡ്രോണുകളും പാകിസ്ഥാനിലെ സ്ഥലങ്ങൾ ആക്രമിച്ചപ്പോൾ ഭീകരവാദികളുടെ കെട്ടിടങ്ങൾ മാത്രമല്ല അവരുടെ ധൈര്യവും തകർന്നു. തിരിച്ചടിയിലൂടെ ഇന്ത്യ തകർത്തത് ഭീകരതയുടെ യൂണിവേഴ്സിറ്റിയാണെന്നും മോദി തന്റെ അഭിസംബോധനയിൽ ചൂണ്ടിക്കാട്ടി.